നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് വേദ മുറിയിലിരിക്കുന്ന സമയത്ത് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ വേദയുടെ മനസ്സിൽ കൂടെ മിന്നിവായുവാണ്. ആദ്യമായിട്ട് താൻ ഈ വീട്ടിലേക്ക് കയറി വന്നേ, പെരുത്ത മഴയത്ത് മഴ നനഞ്ഞു നിന്നൊക്കെ അന്നൊക്കെ ഇത്രയും മനസ്സ് പതറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ടാണ് മനസ്സ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പിന്നീട് വേദ കുറേ സമയം അവിടെ ഇരുന്ന്, എത്ര സമയം ഇരുന്നെന്ന് അറിയില്ല. അപ്പോഴേക്ക് ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. ശ്രീജ വന്നിട്ട് ചോദിച്ചു, അല്ല ആഹാരം കഴിക്കാൻ വരണില്ലേന്ന് ചോദിക്കാം. എനിക്ക് വേണ്ട ശ്രീജ അടുത്തെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ വന്ന ആഹാരം കഴിക്കുക. എനിക്ക് മനസ്സിലാകും നിന്റെ മനസ്സ്. ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയണം. നീ ചിലപ്പം ചെയ്യുന്ന നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു തീരുമാനം കാണുമായിരിക്കും. അല്ലാതെ നീ വേറൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം വേദേ. പിന്നെ നന്ദിനി അങ്ങനെയൊക്കെ പറഞ്ഞു ഓർത്തിട്ട് നീ വിഷമിക്കണ്ട. നന്ദിനിയുടെ സ്വഭാവം അറിയാലോ, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്നവൾ അവള്. അതുകൊണ്ട് അതത്ര കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം. വേദ പറഞ്ഞു, നന്ദിനി അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവരുടെ സ്വഭാവം വെച്ച് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അമ്മ എന്നെ അവോയ്ഡ് ചെയ്യുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ശ്രീജ പറഞ്ഞു, ഏതൊരമ്മമാരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. സ്വന്തം മോനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ട മരുമോളെ അവര് സ്നേഹിക്കാനായിട്ട് തയ്യാറാകുമോ? ഇല്ലല്ലോ. പക്ഷെ അച്ഛനെ നോക്കിയേ, അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം. അച്ഛൻ നിന്നോടൊപ്പം ഇല്ല വേദേ. പിന്നെ നിനക്ക് എന്താ ബുദ്ധിമുട്ടിരിക്കണമെന്ന് ചോദിക്കണം. നീ സങ്കടപ്പെടാതിരിക്കുക, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ശ്രീജ ആശ്വസിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ആഹാരം എടുത്തോണ്ടരാന്ന് പറയണം. വേണ്ടാന്ന് പറയണം. പിന്നീട് ശ്രീജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേദ കുറേ സമയം ആ ഇരിപ്പ് അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് വിക്രത്തിനെയും കൊണ്ട് ജയിലിലേക്ക് വരുവാണ്. സെല്ലിലേക്ക് വരുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവിടെ ആയിരിക്കും കുറച്ച് ദിവസം താൻ ഉണ്ടായിരിക്കുന്നത്. ഇതിന് മുമ്പ് ഇവിടെ വന്ന് കുറേ കാലം കിടന്നാണ്. അതൊക്കെ വിക്രത്തിന് മനസ്സിൽ കൂടെ മിന്നിമായുക. പക്ഷേ വിക്രത്തിന് ലേശം കുറ്റബോധ കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. വിക്രം അങ്ങനെ സെല്ലിലേക്ക് പോയി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ 1-2 വേറെ സഹതടവുകാരും ആ സെല്ലിലുണ്ടായിരുന്നു. പിന്നീട് വിക്രത്തിനോട് എന്താ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വിക്രം അതിന് വ്യക്തമായൊരു മറുപടിയും പറയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് വാസവൻ സിഐ വിളിക്കുവാണ്. സിഐ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന് എത്ര ദിവസം അതിനകത്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ അതിനകത്ത് വെച്ച് തന്നെ അവനിട്ട് പണി കൊടുക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സിഐ പറഞ്ഞു, സാറ് പേടിക്കൊന്നും വേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം. സിഐക്ക് അറിയാലോ, ഞാൻ ചെലവും കൊടുത്ത് കുറച്ച് അവന്മാരെ അതിനകത്ത് നിർത്തിയിട്ടിരിക്കുന്നത് എന്തിനാന്ന്. ഇതുപോലെ ചില വയ്യാവേലി കേസുകളൊക്കെ വരുമ്പോൾ അങ്ങ് തീർത്ത് കളയാൻ വേണ്ടിയിട്ടാന്ന് പറയണം. അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ അവൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കാന്നാ. പക്ഷെ ഒരു കാരണവശാലും ഇല്ല. എൻ്റെ മോൻ അകത്ത് കിടക്കുന്ന കിടപ്പ് അതാ അവൻ അനുഭവിക്കണമെന്ന് പറയണം. ആ സമയം സിഐ പറഞ്ഞു, ഇനിയും 26-ാം തീയതി കേസ് വിളിക്കുമല്ലോ സാർ. ആ സമയത്ത് കോടതിയെ ഹാജരാക്കേണ്ടതെന്ന് നിൽക്കും. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്, വേണോ വേണ്ടേന്ന്. അത് സിഐയുടെ യുക്തി പോലെ എന്താണെന്ന് വെച്ച് ചെയ്യുക. അറിയാലോ, ഞാൻ ചെലവും കൊടുത്തിട്ടിരിക്കുന്ന പിള്ളേരെയും കൂടെ അവൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ മതി, അവൻ കിടക്കുന്ന സെല്ലിലേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. വേണ്ട എന്താന്ന് വെച്ചാൽ അതിൻ്റെ മട്ടം പോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയണം. ശരിയെന്നും പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം. ഈ സമയത്ത് ശ്രീനിവാസൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധ ചായക്കേട്ടം കൂടി ചെല്ലുവാണ്. ശ്രീനിവാസൻ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് സുധ വെച്ച് എങ്ങനെയായി വിക്രത്തിന് ജാമ്യം കിട്ടുമെന്ന് ചോദിക്കാം. ഇല്ലാന്ന് പറയണം. ആ പെണ്ണ് പണി തന്നല്ലേന്ന് ചോദിക്കാം. അവള് സ്ട്രോങ് ആയിട്ടാ പറയണേ, കാരണം അവളെ എതിർക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ തോന്നിയതാ അവള് വിക്രത്തിനെതിരെ പറയണമെങ്കിൽ അവൾ എന്തൊക്കെയോ മനസ്സ് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം. ശ്രീനിവാസൻ പറഞ്ഞു, എനിക്കും അത് തോന്നായിരുന്നില്ല. പക്ഷെ അവൾ എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയണം. അവൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കാണുമായിരിക്കും, അവൾക്ക് തോന്നി കാണുമായിരിക്കും. ഒരുപക്ഷെ ശ്രീനിയേട്ടൻ്റെ കൂടെ അവൻ നിൽക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അതിനേക്കാളും ഭേദം അവനെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ചെയ്തേ. പക്ഷേ ശ്രീനിയേട്ട അവനെ പുറത്തിറക്കണം. ശ്രീനിയേട്ടൻ്റെ വലങ്കൈയാണല്ലോ അവനെന്ന് പറയണം. കാരണം സുധയുടെ ആവശ്യം വേറൊന്നുമല്ല, വിക്രം പുറത്തിറങ്ങിയാലോ ഈ ഗുണ്ട പിരിവൊക്കെ നടക്കുള്ളൂ. പിരിവെന്ന് പറഞ്ഞാൽ കുറേ അടുത്ത് പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങണമെങ്കിൽ വിക്രം വേണം. വിക്രം ഇല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരും പൈസ കൊടുക്കില്ല. ഗുണ്ട അഭിലാഷും കൂട്ടരും കിടന്ന് വിളയാടും. അതൊരു കാരണവശാലും പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് വിക്രത്തെ കൂടെ നിർത്തണമെന്ന് സുധ പറയുന്നതന്നെ. പക്ഷെ ശ്രീനിവാസൻ അങ്ങനെയല്ല. ശ്രീനിവാസന് വിക്രത്തോടൊരു പ്രത്യേക താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീനിവാസൻ അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തിനെ പുറത്തിറക്കണം തന്നെ തീരുമാനിക്കുന്നത്. വിക്രം അകത്താണെങ്കിൽ സേഫ് അല്ല എന്നുള്ള കാര്യം ശ്രീനിവാസൻ അറിയാം. MLA വാസവും വെറുതെ ഇരിക്കില്ല, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന് ശ്രീനിവാസനും അറിയാം. ഒരു പക്ഷേ ജയിലിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ സ്വാധീനിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്.
ഈ പറയുന്ന വാസന. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. അതിനു മുമ്പ് തന്നെ അവന് പുറത്തിറക്കണം എന്നൊരു ചിന്തയൊക്കെ ശ്രീനിവാസന്റെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് വേദ എന്ത് ചെയ്യുവാണ്, സിറ്റ് ഔട്ടിലേക്ക് വരുവാണ്. കാരണം രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് വേദയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മുറിയിൽ കിടന്നിട്ട് വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ സിറ്റ് ഔട്ട് വന്നിരിക്കുകയാണ്. സിറ്റ് ഔട്ടിൽ വന്ന് ഇങ്ങനെ ഉറങ്ങാതെ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മാഷ് വന്നിട്ട് അല്ല മോള് ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അച്ഛാ. എന്താ അച്ഛൻ കിടന്നില്ലേന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയാണ്. വേദയ്ക്കറിയാം മാഷിന്റെ നെഞ്ചു വിങ്ങുന്ന എത്ര മാത്രമാണ്. അച്ഛൻ വേദനിക്കുന്നുണ്ടെന്നറിയാം. അച്ഛൻ പുറമെ ഇങ്ങനെ പരുക്കനായിട്ട് കാണിച്ചാലും അച്ഛൻ്റെ ഉള്ളിൽ നിറയെ വിക്രത്തോടുള്ള സ്നേഹമാണെന്നറിയാം. അത് വേദയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വേദ പിന്നീട് മാഷിനോട് അച്ഛൻ പോയി കിടന്നു, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കിടന്നോളാന്ന് പറയണം. എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്. മോള് വേദനിക്കൊന്നും വേണ്ട, എന്തു വന്നാലും ഞാൻ കൂടെയുണ്ട്. മോള് തെറ്റ് ചെയ്തതായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറയണം. അല്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മോളെ നിന്നോട് ഇവിടെ നിൽക്കണ്ട, അവൻ്റെ കൂടെ ഒരു ജീവിതം അത് സേഫ് ആയിരിക്കില്ലെന്ന്. അപ്പം മോള് വിശ്വസിച്ചില്ല. ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. വേദ പറഞ്ഞു, അച്ഛാ ഞാൻ വിക്രത്തിന് നേരം മൊഴി കൊടുത്തെന്നുള്ള ശരി തന്നെയാ. പക്ഷെ വിക്രം എൻ്റെ ഭർത്താവ് ഇപ്പോഴും. വിക്രം കിട്ടിയ താലി എൻ്റെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് വിക്രത്തെ വേണമെന്ന് പറയണം. മരണം വരെ ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയായിരിക്കും. കാരണം ഞാൻ വിക്രം അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം. കഴുത്തിലൊരു മഞ്ഞച്ചാട് വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷയില്ല. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിൽ വിക്രം മാത്രമേ ഉള്ളെന്ന് പറയാണ്. വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാനത് ചെയ്തതെന്ന് പറയണം. ഒരു നിമിഷം മാഷി ഞെട്ടിപ്പോയി. വേദ ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്ന മാഷി പ്രതീക്ഷിച്ചില്ല. പിന്നീട് മാഷ് പറഞ്ഞു, ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനല്ല കുട്ടി നിന്നോട്. ഞാൻ എന്ത് പറയാനാ, നിന്റെ തീരുമാനം. അതെ അച്ഛാ, ഈ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. പക്ഷേ അതെന്തിനു വേണ്ടിയാണെന്ന് ഇവിടെയുള്ളവരൊക്കെ പിന്നെ അറിയുള്ളൂ. ഇപ്പോഴെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു പറയണം. മാഷ് പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്, എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ ഒരു വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴതേ വേദന തന്നെയാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച വേദന നീ അനുഭവിക്കുന്നു പറയാണ്. വേദ പറഞ്ഞു, അതെന്തുകൊണ്ടാണെന്ന് അച്ഛൻ അറിയാമെന്ന് ചോദിക്കും. എനിക്കറിയാം, അന്ന് ഞാൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് വേറെ ആരും മനസ്സിലാക്കിയില്ലെന്ന് മാത്രം. അതേ ഇതാണ് ഇപ്പം നീയും ചെയ്യുന്നത്. അതേ പാതയിൽ കൂടെയാണ് നീയും പോകുന്നതെന്ന് പറയണം. കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് മാഷ് അങ്ങോട്ട് കയറി പോകുന്നത്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സജീവനും രാജേണ്ണനും ഒക്കെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് വിക്രത്തിനെ. ഈ സമയത്ത് വിക്രത്തിനെ കാണാനായിട്ട് ഇച്ചിരി സമയം കൊടുക്കുകയാണ്. അങ്ങനെ വിക്രത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് രാജേട്ടൻ പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുക, വേദയെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിടാം. അവളോട് സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറ. ഇനിയെങ്കിലും കോടതിക്ക് ഹാജരാക്കുന്ന സമയത്ത് അവൾ മൊഴി മാറ്റി പറയുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാകത്തില്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിക്രം പറഞ്ഞു, അത് വേണ്ട രാജേട്ടാന്ന് പറയാം. അതെന്താ, അത് ശരിയാവത്തില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. എടാ ഞങ്ങൾ പറഞ്ഞ നിനക്ക് വിശ്വാസമില്ലേന്ന് ചോദിക്കുക. അതല്ല, അവൾ അങ്ങനെ മാറ്റി പറയും തോന്നുന്നുണ്ടോ? കഴുത്തി കെട്ടിയ ഒരു താലിയുടെ പേരിൽ അവൾ അവിടെ പിടിച്ചെന്ന് അറിയാലോ. ഇത്രയും കാലം അവൾ എത്ര സ്ട്രോങ് ആയിട്ടാണ് വീട്ടിൽ നിന്നതെന്ന്. അവളോട് ആദ്യമേ തൊട്ട് ഞാൻ പോകാൻ പറഞ്ഞ, പക്ഷെ അവൾ പോയില്ല. പക്ഷേങ്കിൽ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ അവൾ മൊഴി മാറ്റി പറയാനൊന്നും പോകുന്നില്ല. അവൾ ആദ്യം തന്നെ പിടിച്ചു നിൽക്കത്തോളെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് പറഞ്ഞു, എടാ ഇത് നിൻ്റെ അറിയാലോ ജീവിത പ്രശ്നമാണ്. എങ്ങാനും അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ഒരിക്കലും പുറത്തിറങ്ങില്ല എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, ഒരു നല്ല കാര്യം ചെയ്തിട്ടല്ലേ ഞാൻ, അതുകൊണ്ട് എനിക്ക് ആശ്വസിക്കാമെന്ന് പറയണം. ബാലസാറിൻ്റെ മോളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല, അതിപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എനിക്ക് തെല്ല് കുറ്റബോധമില്ല, നിങ്ങൾ പോയിക്കോന്ന് പറയണം. ഈ സമയം സജീവൻ പറഞ്ഞു, എടാ ഞങ്ങളെന്ന് അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയാം. വേണ്ട, വേദയോട് സംസാരിക്കാൻ പോകണ്ട. അവളെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അവൾ ഉറച്ച തീരുമാനമുണ്ട്. അവൾക്ക് അവളുടേതായ തീരുമാനമുണ്ട്. അവൾ സത്യത്തിൻ്റെ നീതിയുടെ ഒപ്പം നിൽക്കത്തുള്ളൂ. എനിക്കത് നന്നായിട്ട് മനസ്സിലായ കാര്യമാണെന്നൊക്കെ പറയണം. പിന്നീട് അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും അവർ തിരികെ പോരുകയാണ്. പോരുന്ന സമയത്ത് അവരുടെ മനസ്സിലും വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും വേദ വിക്രത്തിനെ മനസ്സിലാക്കുന്നില്ല ഒരു ചിന്തയായിരുന്നു. പക്ഷെ വിക്രം ത്തിന് നല്ല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേദ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വേദ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലും സംശയിച്ചു. ആ സമയം നന്ദിനിയെ വർഷ വിളിക്കുകയാണ്. വർഷ വിളിച്ചിട്ട് നന്ദിനിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പോരാൻ പറയാണ്. കാരണം പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവമാണ് നന്ദിനിക്ക്. സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട ആളാണ് വേദ.
എന്നിട്ട് പോലും വേദയ്ക്കെതിരെ വേദയെ അവിടെ നിന്ന് എങ്ങനെയും പറഞ്ഞു വിടണമെന്നൊരു ആഗ്രഹം മാത്രമേ നന്ദിനിയുടെ മനസ്സിലുള്ളൂ. അതിന് വേണ്ടിയിട്ട് നന്ദിനി അടുത്ത പടയൊരുക്കം നടത്തുവാണ്. വർഷയും ശ്രീകാന്തിനെയും കൂട്ടുപിടിച്ച് എങ്ങനെയും വേദന ഈ സമയത്ത് തന്നെ ഇവിടുന്ന് പുറത്താക്കണം, അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് നടത്തുന്നത്. പിന്നീട് വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് നന്ദിനി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ശ്രീകാന്ത് പറഞ്ഞു, നമ്മൾ എന്നിട്ട് എന്താ, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ. അതെ നന്ദിനി അതിനു വേണ്ടിയിട്ടുള്ള പയറ്റൊക്കെ അവിടെ പയറ്റുന്നുണ്ട്. വേദ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് വേദയ്ക്ക് അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിയുമ്പോൾ അവിടെ ഇങ്ങോട്ട് പോരുമെന്ന് പറയണം. നന്ദിനി പോരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. കിട്ടുന്ന അവസരം മാക്സിമം വിനിയോഗിക്കാൻ തന്നെയാണ് നന്ദിനിയുടെ തീരുമാനം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അത് നടക്കുന്ന കാര്യമാണ്, അവൾ വരുമോയെന്ന് ചോദിക്കും. വരും, എന്താണെങ്കിലും അവൾ വരാതിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം, നമുക്ക് എന്ന് വിളിക്കാം, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം, കിട്ടിയ അവസരം നമുക്ക് മുതലാക്കാമെന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടെ വേദയെ കൂട്ടാനായിട്ട് വരാനൊരുങ്ങുവാണ്. ഈ സമയത്ത് വേദയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. വേദ ഇങ്ങനെ അടുക്കളയിലേക്ക് വന്നുമ്പോഴത്തേന് കമല എവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അമ്മയെന്നും വിളിച്ചുകൊണ്ട് വേദ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല മോൻ തിരിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം നീ അമ്മയെന്നും വിളിച്ചുകൊണ്ട് വരുമെന്ന്, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ മൊഴി കൊടുത്തിരിക്കുന്ന എൻ്റെ മകനെതിരെയാണ്. പക്ഷേ നീ ചെവിയെ നുള്ളിക്കോ, എൻ്റെ മകന് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവന് അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജീവനേന്ദ്രൻ എന്തെങ്കിലും അവന് കിട്ടുവാണെങ്കിൽ പിന്നെ ഈ വീട്ടിൽ കമല ഉണ്ടാകത്തില്ല, കമല ജീവനോടെ നിങ്ങളാരും കാണത്തില്ല, നീ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ, പക്ഷെ ഞാനുണ്ടാവത്തില്ലെന്ന് പറയണം. ഇത് പറഞ്ഞ് കമല അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വേദയ്ക്ക് സങ്കടമായി. നന്ദിനി പറഞ്ഞു, എങ്ങനെയുണ്ട് ഇപ്പം, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വേദേ, നിനക്ക് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കണം. ശ്രീജ പറഞ്ഞു, നന്ദിനി നീ ഒന്നും നിർത്തുന്നുണ്ടോ, നീ എന്തിനാ ഇങ്ങനെ ആ പാവത്തിനെ കുറ്റപ്പെടുത്തുന്ന ചോദിക്കാം. പാവോ ഇവളോ, നല്ല കഥയായി, ഇതേ വിക്രത്തിനെ അകത്താക്കാനായിട്ട് മൊഴി കൊടുത്തവളാ ഇവള്, എന്നിട്ട് പാവം എന്ന് പറയുന്നത് നാണമില്ലേ ശ്രീജ അടുത്തേക്കെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് വേദ പറഞ്ഞു, അതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഈ സ്വഭാവം നന്ദിനി അടുത്തേക്ക് ഈ സമയം മാറ്റാറായില്ലല്ലേ, പക്ഷെ നന്ദിനി അടുത്ത് ചെവിയെ നുള്ളിക്കും, എന്താണെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇതിനൊരു തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പാന്ന് പറയണം എന്നും പറഞ്ഞ് വേദ അങ്ങോട്ടേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനുമാണ് വർഷയെ ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേനും നന്ദിനിയാണ് ആദ്യം ഇറങ്ങി ഓടിച്ചെല്ലുന്നത്. പിന്നീട് നന്ദിനിയുടെ എങ്ങനെയുണ്ട് വേദ എന്നിട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, അവൾക്ക് ഇവിടെ നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിലൊക്കെ കാര്യങ്ങളൊക്കെ പോകണമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് അവൾ വരുമായിരിക്കും അല്ലേ നിൽക്കാം, വിളിച്ചു നോക്ക്, അവൾക്ക് വേറെ മാർഗ്ഗമില്ല, അമ്മ ഇടഞ്ഞ് നിൽക്കുമെന്ന് പറയണം. പിന്നീട് നന്ദിനി ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് കയറി പോവാണ്. ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പം വേദ അവരെ കണ്ടു. പിന്നീട് വേദ ഇറങ്ങി വന്നിട്ട് എന്താ ശ്രീയേട്ടാന്നൊക്കെ ചോദിക്കണേ. അത് മോളെ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയാം. കാര്യമോ, എന്ത് കാര്യം? അല്ല ഇപ്പം നിനക്കറിയാലോ വിക്രം അകത്താണല്ലോ, ഇനിയിപ്പം അവൻ പുറത്തിറങ്ങുമെന്ന് പോലും പറയാൻ പറ്റില്ല, നീ എന്താളും മൊഴി മാറ്റി പറയാനും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ആ ചെറുക്കൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനകത്തേക്ക് പോകും, പിന്നെ നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്, നിന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടാ ഞാനും വർഷയും കൂടെ വന്നേന്ന് പറയണം. ഇത് കേട്ട് ഞാൻ വേദ ഒരു ഞെട്ടലോട് നോക്കുകയാണ്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അത് വേദ നീ ഞങ്ങളോട് വരണമെന്ന് പറയണം, നിന്നെക്കാത്ത എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് വരണം, നീ ഇനി ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ല, ഇനിയിപ്പം ശ്രീകാന്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല എന്ന് പറയണം, അവൻ ഇനി പുറത്തിറങ്ങാൻ പോകുന്നില്ല, പിന്നെ നീ ആർക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത്, ഇവിടെ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയണം. അത് കേട്ടിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, നിങ്ങളുടെ നല്ല മനസ്സിൽ എന്താണെന്ന് നന്ദി, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതേ ഞാനിപ്പോഴും വിക്രത്തിൻ്റെ ഭാര്യയാണ്, അതിനൊരു മാറ്റമില്ല, വിക്രം അകത്താന്ന് വെച്ചോണ്ട് ഞാൻ വിക്രത്തിൻ്റെ ഭാര്യ അല്ലാതാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പോകാൻ നോക്ക്, ഇനിയിപ്പോൾ എൻ്റെ മരണം വരെ ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ കഴിയുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതിന് നിന്നെ ഇവിടെ നിർത്തിക്കാനായിട്ട് ആരെങ്കിലും സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അതെ ഇവിടെ നിർത്തേണ്ട ആൾ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു എന്നോട് ഇവിടെ നിന്നോളെ, പിന്നെ അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും വേണ്ട, നിങ്ങൾ വന്ന വഴിയെ തന്നെ പോകാൻ നോക്ക് എന്ന് പറയണം. വേദയ്ക്ക് മനസ്സിലായി അവരുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. എന്താണല്ലോ അധികം വൈകാതെ തന്നെ എല്ലാവരും മനസ്സിലാകും വേദയുടെ ഭാഗത്തായിരുന്നു ന്യായം എന്നുള്ള കാര്യം, വേദ എന്തിനു വേണ്ടി അത് ചെയ്തതെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.